കോഴിക്കോട് ജില്ലയിൽ നിപ വൈറസ് ഭീതി നിലനിൽക്കുന്നതിനിടെ രോഗസ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും തലപ്പത്ത് കടുത്ത ഭിന്നതയും ആശയക്കുഴപ്പവും പുകയുകയാണ്. നിപ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർ മാധവിക്കുട്ടിയെ പരസ്യമായി പഴിചാരി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് താൻ കളക്ടറുമായി സംസാരിച്ചപ്പോൾ പൂനെയിൽ നിന്നുള്ള പരിശോധനാ ഫലം വന്നിരുന്നില്ലെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്നാൽ ഫലം ഉച്ചയ്ക്ക് തന്നെ വന്നിരുന്നുവെന്ന കളക്ടറുടെ പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നത്. നിപ പോലെയുള്ള അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ ജനങ്ങളിലേക്ക് വിവരങ്ങൾ കൈമാറുമ്പോൾ ഔദ്യോഗിക സംവിധാനങ്ങൾ തമ്മിൽ പൂർണ്ണമായ ഏകോപനം ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ നിപ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിയും കളക്ടറും 2 തട്ടിൽ സംസാരിച്ചത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഭരണതല ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. പൂനെയിൽ നിന്നുള്ള ഔദ്യോഗിക പരിശോധനാ ഫലം ലഭിക്കുന്നതിനെ കുറിച്ച് ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. നിപ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർക്കും തനിക്കുമിടയിൽ വലിയ ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ജില്ലാ കളക്ടറുമായി താൻ ഔദ്യോഗികമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം വന്നിരുന്നില്ലെന്നാണ് മന്ത്രി പറയുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ആശയവിനിമയ വീഴ്ചയാണ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ തുറന്നു കാട്ടിയത്. ഉച്ചയ്ക്ക് തന്നെ പൂനെയിൽ നിന്നുള്ള രോഗബാധ സ്ഥിരീകരിച്ചതായുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചുവെന്നാണ് ഇന്നലെ ജില്ലാ കളക്ടർ മാധവിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിനെതിരെയാണ് മന്ത്രി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയത്. ജില്ലാ കളക്ടർ അങ്ങനെയൊരു റിപ്പോർട്ട് മുൻപേ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉടനടി ആരോഗ്യമന്ത്രിയെ അറിയിക്കേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം ഓർപ്പിച്ചു. ഭരണതലപ്പത്തെ ഈ ഏകോപനമില്ലായ്മയ്ക്ക് കാരണം കളക്ടറുടെ അനുഭവ സമ്പത്തില്ലായ്മയാണെന്നാണ് മന്ത്രിയുടെ വിലയിരുത്തൽ. മാധവിക്കുട്ടി പുതിയ കളക്ടർ ആയതുകൊണ്ട് ഇത്തരമൊരു അടിയന്തര സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ ചെറിയ രീതിയിലുള്ള പരിചയക്കുറവ് സംഭവിച്ചിട്ടുണ്ടാകാമെന്ന് ആരോഗ്യമന്ത്രി കുറ്റപ്പെടുത്തി. താൻ ഔദ്യോഗിക വാർത്താ സമ്മേളനം നടത്തി പൂനെയിൽ നിന്നുള്ള ഫലം വന്നില്ലെന്ന് പറഞ്ഞതിന് ശേഷമാണ് ജില്ലാ കളക്ടർ തന്നെ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അധികൃതർ തമ്മിലുള്ള ആശയവിനിമയ തർക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും കോഴിക്കോട് ജില്ലയിലെ ആരോഗ്യ സാഹചര്യം അതീവ സങ്കീർണമായി തന്നെയാണ് തുടരുന്നത്. രോഗവ്യാപനം തടയുന്നതിനായി ആരോഗ്യവകുപ്പ് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ക്രോഡീകരിച്ചിരിക്കുന്നത്. രോഗബാധ കണ്ടെത്തിയ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. കോഴിക്കോട് നിപ ബാധ സ്ഥിരീകരിച്ച 43 വയസ്സുകാരൻ നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ കർശന നിരീക്ഷണത്തിലാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന് ആവശ്യമായ ജീവൻ രക്ഷാ സൗകര്യങ്ങൾ ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പൂനെയിൽ നിന്നുള്ള ഔദ്യോഗിക ഫലം വരാൻ വൈകിയെങ്കിലും ചികിത്സാ നടപടികളിൽ ഒട്ടും കാലതാമസം വരുത്തിയിരുന്നില്ല. രോഗബാധിതന് കേരളത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനകളിൽ തന്നെ നിപ ബാധ സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പൂനെയിൽ നിന്നുള്ള ഔദ്യോഗിക ഫലം വരുന്നതുവരെ കാത്തു നിൽക്കാതെ മുൻകൂട്ടി തന്നെ ഇദ്ദേഹത്തിന് കൃത്യമായ നിപ പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ ആരോഗ്യവകുപ്പ് ആരംഭിച്ചിരുന്നു. ഇത് രോഗിക്ക് കൃത്യമായ പരിചരണം ഉറപ്പാക്കാൻ സഹായിച്ചു. രോഗവ്യാപനത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായും അടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രോഗിയുടെ സമ്പർക്ക പട്ടികയും അദ്ദേഹം സഞ്ചരിച്ച വഴികളും വ്യക്തമാക്കുന്ന റൂട്ട് മാപ്പും ഇന്നലെ തന്നെ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഉയർന്ന അപകട സാധ്യത ഉള്ളവരെ കണ്ടെത്തുകയും അവരെ കൃത്യമായ ഐസൊലേഷനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് രോഗം പടർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള കർശനമായ നിരീക്ഷണം പ്രദേശത്ത് തുടരുകയാണ്. പകർച്ചവ്യാധി ഭീതി നിലനിൽക്കുന്ന അടിയന്തര സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ഒരേ മനസ്സോടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ഭരണതലത്തിലെ ഇത്തരം ചെറിയ പിഴവുകൾ പൊതുജനങ്ങൾക്കിടയിൽ അനാവശ്യമായ പരിഭ്രാന്തി പടർത്താൻ മാത്രമേ ഉപകരിക്കൂ. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കേരള സർക്കാരിന്റെ തീരുമാനം.